കഴുകി ഉണക്കിയ എള്ളാണത്. ഇത് വറുത്ത് വയ്ക്കുക. നമ്മൾ എള്ളുണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. എള്ളുണ്ടാന്ന് പറയുമ്പോൾ എള്ള് മാത്രമല്ല ഇടുന്നത്. എള്ളും കപ്പലണ്ടി, ബദാം, പിസ്ത ഇതൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ വറുത്ത് വെച്ചിട്ട് പൊട്ടുന്ന ശബ്ദം കണ്ട അങ്ങനെ വന്നാൽ പിന്നെ അത് എല്ലാതും തിരിച്ച് മറക്കിട്ട് കഴിഞ്ഞാൽ ആയി. ഞാനിപ്പോ ഒരു 5 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടണണ്ട, കുറെ അധികം നേരം പൊട്ടണ്ട. അപ്പോഴേക്കും അടികളൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതേ ഒരു ഇതായിട്ടുണ്ട്. അപ്പൊ തിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പച്ചച്ചവ മാറും. അപ്പൊ പച്ചച്ചവ മാറിയത് നമുക്ക് ഉറപ്പാ മാറി. ഇങ്ങനെ ഇതൊക്കെ കൂടി വാക്കാം. ഒരു അത്യാവശ്യം ഒന്നും പൊരിയണ്ട. കശുവണ്ടിയൊക്കെ കണ്ടതാണ്. അത് 10 മിനിറ്റോളം എടുക്കും. ഒന്നൊന്നേ കപ്പലണ്ടി വറുത്തതാണ്. പക്ഷെ ഈ കശുവണ്ടിയും ബദാമും പിസ്തയൊക്കെ പച്ചക്കൊക്കെ പോകാനായിട്ട് അതുകൂടി വറുത്തേക്ക് എള്ളും കുട്ടിയാൽ നമുക്ക് പൊടിക്കുന്ന എപ്പോഴും എടുത്തിട്ട് കാണിക്കാം. ഇത് വാൾനട്ടും ബദാമും കപ്പലണ്ടിയും കശുവണ്ടിയും ഒന്ന് വറുത്താണ്, വല്ലാണ്ട് വറുത്തില്ല. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇടാട്ടോ. അതെ, ഇത് ഞങ്ങളുടെ പഴം ഉണക്കിയതില്ല, അത് മുട്ടിയിടും. ഈന്തപ്പഴം, ഉണക്കമുന്തിരി, കിസ്മിസ്, പിന്നെ ആപ്രിക്കോട്ട്. നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ ഇട്ടിട്ടാ നമുക്ക് ഓൾറെഡി വറുത്ത് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ ശർക്കര ഉണ്ട്. ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെല്ലുമ്പോൾ അധികം ശർക്കരയുടെ ആവശ്യം വരുന്നില്ല. ആദ്യം തന്നെ എള്ളു നമുക്ക് പൊടിക്കണം. ആദ്യം പൊടിച്ചു, എള്ളു മാത്രം. ഇനി നെക്സ്റ്റ് ഇല്ല, എല്ലാ എള്ളും വേണ്ട. നമുക്കിപ്പോൾ കുറച്ച് മഷി, ഇത് 1.25 കിലോ എള്ളുണ്ട്. ഇത് മുഴുവൻ പൊടിച്ചെടുക്കണ്ട. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ നട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൂടുതലൊക്കെ കിട്ടുക, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് കുറച്ചുകൂടി കൂട്ടി നമ്മൾ പൊടി ഇത് ഫുള്ള് ഇപ്പം തന്നെ എടുക്കില്ല. ഇത് പൊടിച്ച് നമുക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമാകുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ കൂട്ടി അടിച്ചെടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് പൊടിച്ച് നമ്മൾ ഉണ്ടയാക്കി വെക്കില്ല. അത് നമുക്കിടെ സൗകര്യം പോലെ നമുക്കത് ഫ്രിഡ്ജിൽ കുറച്ചുകൂടി ഉള്ളത് ചേർക്കണം. ഇത്രയും പോലെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. ഇതിൽ കുറച്ച് ഓയിൽ പോലെ വരും. അപ്പോൾ നമ്മളിനി ബാക്കി സാധനങ്ങൾ ഇടുന്നതോട് കൂടി അത് റെഡിയാവും. നമുക്കിത് രണ്ടും കൂടി കൂട്ടിയിട്ട് ആവശ്യത്തിന് ആ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് ഒരു അടിയും കൂടി അടിച്ചെടുക്കണം. ഈ ബേസ് മിക്സ് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് ആക്കും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആവശ്യമുള്ളത് എടുത്താലും മതി. പക്ഷെ കുറേ മുമ്പ് പൊടിച്ച് വെക്കണ്ട. അതിലും ഒരു 2-3 മാസമൊക്കെ സുഖമായിട്ട് പൊടിയായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ആദ്യം കുറച്ച് പൊടി ഇട്ടു. ഇതിനകത്ത് നിന്ന് ഡ്രൈ ഫ്രൂട്ട്സിന് കുറേശ്ശെ എല്ലാത്തിനും ഇടാം. കാരണം കട്ട കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് ഉണ്ടാക്കിയുള്ളതേ നമ്മൾ എടുക്കണുള്ളൂ, കൂടുതൽ ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ ഉണ്ട ഉണ്ടാക്കാം. ബാക്കി പൊടിയായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. പൊടിയായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി കുറച്ച് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഇടാം. വേണ്ടവർക്ക് മാത്രം ഒരു മധുരം, അത്യാവശ്യം മധുരം അതിൽ ഉണ്ടാവും. നമുക്ക് പാകത്തിനുള്ള മധുരം തന്നെ. അടുത്ത ട്രിപ്പ്
നമ്മൾ അത് സെക്ഷനായിട്ട് മിക്സിയിൽ അടിക്കുകയാണ്. ഫുള്ള് നിറച്ചിടുമ്പോൾ ഹാഫ് ഇട്ടിട്ട് അടിച്ചാൽ മതി. ഫുള്ള് നിറച്ചിടുമ്പോൾ എന്താ വെച്ചാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അടിക്കാണ്ട് നിൽക്കും. ഇതിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചേർന്നു നമുക്കെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി വിട്ടിയാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലേ? ഇതിപ്പോൾ ഇന്നിപ്പോൾ ഒന്നും വെക്കണ്ട, ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ 3-4 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. അപ്പോൾ അന്നത്തേക്കുള്ളത് ഉണ്ടാക്കിയാൽ അത്രയും എളുപ്പം നമുക്ക് അന്നന്ന് തിന്ന് തീർക്കാമല്ലോ. അപ്പോൾ പച്ച തേങ്ങ ഇട്ടാലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത്തിരി നെയ്യ് ചൂടാക്കിയിട്ട് ഇത് ഉരുട്ടുമ്പോൾ ഇത്തിരി നെയ്യ് ചൂടാക്കി ഒഴിക്കുക. അപ്പോൾ കുറച്ചും കൂടി നെയ്യിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ അത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാത്ത പൊടിയാണിത്. അതാണ് ഇത് ഞാൻ ആക്കി ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസങ്ങളോളം അല്ല മാസങ്ങളും കഴിഞ്ഞാലും കുഴപ്പമൊന്നും വരുന്നില്ല. അതിന് അപ്പം എടുത്താൽ മതി നമുക്ക്. ഇനി 4 മണിയാകുമ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ അപ്പം ഇത് എടുക്കുക, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക, വേണമെങ്കിൽ ശർക്കര കുറച്ച് ചേർത്തോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള പൊടി ഞാനൊരു ടിന്നിലാക്കിയിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ കുറേ ദിവസങ്ങൾ 1-2 മാസമൊക്കെ ഇരുന്നോളൂ. ഒരു കേടും വരുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമാകുമ്പോൾ അത് എടുക്കാം. അതങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ കൂട്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. തേങ്ങ കൂട്ടിയാൽ നമ്മൾ തന്നെ ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എള്ളുണ്ടയുടെ ഫൈനൽ ലുക്ക്. 4 മണിക്കൊക്കെ വരുമ്പോൾ കഴിക്കാനായിട്ട് ഇത് ട്രൈ ചെയ്യാം. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് റെസിപ്പി ഇതാരെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതാ, അരി വറുത്ത് അല്ലെങ്കിൽ ഗോതമ്പ് വറുത്തത് ഒക്കെ ഇതിൻ്റെ കൂടെ കൂട്ടാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അത് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.